പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ സ്വർഗാരോഹണ തിരുനാളിന് വേണ്ടിയും കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിന് വേണ്ടിയും പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടിയും ഒരുങ്ങുകയാണ്. മെയ് 14 തീയതിയാണ് സ്വർഗാരോഹണ തിരുനാൾ. മെയ് 24 തീയതിയാണ് പെന്തക്കോസ്ത തിരുനാൾ. അതാണ് 50-ാം തിരുനാൾ. ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള 50-ാം ദിവസമാണ് മെയ് 24. നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു നിറവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത് ദൈവം അളന്നല്ല ആത്മാവിനെ തരുന്നത്, അളന്നല്ല, സമൃദ്ധമായിട്ട് തരും. 1-ാം വായനയിൽ പറയുന്നത് തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ പരിശുദ്ധാത്മാവിന് നിറവ് കിട്ടിയ അപ്പോസ്തലന്മാരെ വളരെ ധൈര്യത്തോടുകൂടെ കർത്താവിനെ പ്രഘോഷിച്ചു. അതായത് ശുശ്രൂഷ ചെയ്യാൻ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ നല്ല ധൈര്യം വേണം. എന്നാൽ മാത്രമേ ഈ തിന്മ നിറഞ്ഞ ലോകത്ത് നമുക്ക് കർത്താവിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കർത്താവ് ഒന്നുകിൽ നമ്മൾ പരാജയപ്പെടുത്തും കർത്താവിനെ, അല്ലെങ്കിൽ കർത്താവ് പരാജയപ്പെടുന്നത് നമ്മൾ നോക്കി നിൽക്കും. നമ്മുടെ കർത്താവിനെ ജയിപ്പിക്കണ്ടേ, കർത്താവിനെ തോൽക്കാൻ അനുവദിക്കാവോ? അപ്പോസ്തലന്മാർ കർത്താവിനെ തോൽക്കാൻ അനുവദിച്ചില്ല, പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട്. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ കുർബാന വഴി, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈ കുർബാന വഴി ഒരു ഇരട്ടി ആത്മാവ് ലഭിക്കാൻ വേണ്ടി, എന്നിട്ട് കർത്താവിന് വേണ്ടി ഒരു പേരിനുള്ളതല്ല, നല്ല ഉറപ്പോടുകൂടി, ചങ്കുറപ്പോടുകൂടെ കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ലോകരക്ഷയ്ക്കു വേണ്ടി പെസഹ രഹസ്യം അങ്ങ് നിവർത്തിച്ചുവല്ലോ. അങ്ങ് ജനത്തിൻ്റെ അപേക്ഷകളിൽ സംപ്രീതനാകണമേ. ഞങ്ങളുടെ പ്രധാന പുരോഹിതനായ ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിച്ചുകൊണ്ട് ഞങ്ങളോടുള്ള അവിടുത്തെ സാദൃശ്യം വഴി ഞങ്ങളെ രമ്യതപ്പെടുത്തുകയും അങ്ങയോടുള്ള സമാനതയാൽ ഞങ്ങളെ പാപരഹിതരാക്കുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് ദേവാലയ അധികാരികൾ അപ്പോസ്തലന്മാരെ കൊണ്ടുവന്ന് ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിർത്തി. പ്രധാന പുരോഹിതൻ അവരോട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നല്ലോ. എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറൂസലേം നിറച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ നിങ്ങൾ ഉദ്യമിക്കുകയും ചെയ്യുന്നു. പത്രോസും അപ്പോസ്തലന്മാരും പ്രതിവചിച്ചു, മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി. ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്. ഇത് കേട്ടപ്പോൾ അവർ ക്ഷുഭിതരാവുകയും അപ്പോസ്തലന്മാരെ വധിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. കർത്താവിനെ ഞാൻ എന്നും പാടിപ്പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. ഹൃദയം നിറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനസ്സുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്. അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. ഹല്ലേലൂയ, 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 കർത്താവ് തോമസിനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന.
കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു നിക്കോദെമോസിനോട് അരുളി ചെയ്തു, ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല. അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വയ്ക്കുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ പെസഹ കാലഘട്ടത്തിൻ്റെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന, അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലയളവിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇന്നത്തെ ഒന്നാം വായനയിൽ അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 5-ാം അധ്യായത്തിൽ അവർ ധൈര്യപൂർവം പറയുകയാണ്. കർത്താവിന് വേണ്ടിയിട്ട് പ്രഘോഷണം. അത് നടപടി പുസ്തകം 5-ാം അധ്യായം 29-ാമത്തെ വാക്യമാണ്. 5:29. പത്രോസും അപ്പോസ്തലന്മാരും പ്രതിവചിച്ചു, മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇത് ഇങ്ങനെ പറയാൻ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ കിട്ടിക്കൊണ്ടാണ് സാധിച്ചത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ധൈര്യപൂർവ്വം ജീവിക്കാൻ സാധ്യമല്ല. പെന്തക്കോസ്ത തിരുനാളിന് മുമ്പ് അവർ വളരെയധികം ഭയപ്പെട്ട് പ്രാർത്ഥനയിൽ കഴിഞ്ഞിരുന്നവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹമാണത്. നടപടി പുസ്തകം 2-ാം അധ്യായത്തിലാണല്ലോ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ഇന്നത്തെ വായന അത് നടപടി പുസ്തകം 5-ാം അധ്യായമാണ്. അപ്പം ധൈര്യം മാത്രമല്ല, ദൈവത്തെ ഡിഫെൻഡ് ചെയ്യണം. ഞങ്ങൾ ദൈവത്തെ അനുസരിക്കുള്ളൂ, നിന്നെ ഞങ്ങൾ അനുസരിക്കില്ല, അങ്ങനെ പറയാൻ. അത് പരിശുദ്ധാരൂപി നിറയുമ്പോഴാണ് സാധിക്കുക. ലോകാരൂപി ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ്. ലോകാരൂപി മലയാളികളെ പിടികൂടിയിരിക്കുന്ന ഒരു പ്രത്യേക പീഡയാണ് ലോകാരൂപി. അതുകൊണ്ട് ദൈവാരാധനയ്ക്ക് വരുമ്പോഴും സ്കാഫൊന്നും ധരിക്കുന്നില്ല, ഷോർട്സ് ധരിച്ച് പള്ളി വരുന്നു. ഇത് ലോകാരൂപിയാണ്. ഈ ലോകാരൂപി ദൈവാരാധനയ്ക്ക് ചേർന്നതല്ല എന്ന് സ്വയം വിവേചിച്ചറിയാൻ സാധിക്കുന്നില്ല. കാരണം ഡോമിനേറ്റ് ചെയ്യുന്നത് ലോകാരൂപിയാണ്, ദൈവാരൂപിയല്ല ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂദാശകളിലൂടെ യഥാർത്ഥത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ കിട്ടിയിട്ടുള്ളവരാണ്. ഇന്നത്തെ സുവിശേഷത്തിലൊരു വാക്ക് പറയുന്നത്, അത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 33-ാമത്തെ വാക്യമാണ്. ഈ 333 എന്നത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള പ്രൊട്ടക്റ്റിംഗ്, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു നമ്പറായിട്ടാണ് പറയുക. എന്നാൽ 666 അത് നടപടി പുസ്തകം 13-ാം അധ്യായത്തിൽ പറയുന്നൊരു അക്കമാണ്. 666 അത് പിശാചിൻ്റെ സൈറ്റൻ വർഷിപ്പുകാർ ഉപയോഗിക്കുന്ന നമ്പറാണ്. അപ്പം 333 3-ാം അധ്യായം യോഹന്നാൻ 3:33 അതിൽ പറയുന്ന കാര്യമാണ്, ഒരു മുദ്ര വയ്ക്കുന്നു. അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവ സത്യവാനാണ് എന്നതിന് മുദ്ര വയ്ക്കുന്നു. മുദ്ര നമുക്കെല്ലാ ക്രൈസ്തവർക്കും, ഞങ്ങൾക്ക് വൈദികർക്ക് 3 പ്രത്യേക കൂദാശകളിലൂടെ മായാത്ത മുദ്ര പതിച്ചു കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അൽമായർക്ക് 2 കൂദാശകളിലൂടെ,
3 കൂദാശകളാണ് നമുക്ക് ഒരിക്കൽ മാത്രം സ്വീകരിക്കേണ്ട ആവശ്യമുള്ളൂ. അത് വീണ്ടും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു മാമോദീസ സ്വീകരിച്ച ഒരാൾ പെന്തക്കോസ്തൻ വിഭാഗങ്ങളിലേക്ക് പോയി, അയാൾ തിരിച്ചു വന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം അയാൾ തിരിച്ചു വന്നു. അയാൾ വീണ്ടും മാമോദീസ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ മാമോദീസ അതിൽ മായാത്ത മുദ്ര, ഒരിക്കലും മായാത്ത മുദ്ര പതിച്ചിരിക്കുക. അപ്പോൾ അത് വൈദികനെ അറിയിച്ച് തിരിച്ചു വരുമ്പോൾ സോറി പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി വീണ്ടും പ്രവേശിക്കുക. അതുപോലെ മാമോദീസ സ്ഥൈര്യലേപനം മായാത്ത മുദ്ര, പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിന് നൽകുന്ന കൂദാശ. തിരുപ്പട്ടം മായാത്ത മുദ്ര. ചില വൈദികർ ചില പ്രശ്നങ്ങളിൽ വൈദിക പട്ടം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അവർ വൈദിക പട്ടം ഉപേക്ഷിച്ചാലും ഈ മായാത്ത മുദ്ര പോകുന്നില്ല. പക്ഷേ അവർക്ക് കൗദാശികപരമായ കർമ്മങ്ങൾ ചെയ്യുന്നതിന് അവർക്ക് വിലക്ക് ഏർപ്പെടുത്തും. മെത്രാൻ വിലക്ക് കൽപ്പിക്കും. അപ്പോൾ അവർക്കത് പരികർമ്മം ചെയ്യാൻ പറ്റുകയില്ല. അതാണ്. പക്ഷേ നിത്യം പുരോഹിതന, പൗരോഹിത്യം മാഞ്ഞു പോവില്ല. പൗരോഹിത്യ വിധിപ്രകാരമുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ പൗരോഹിത്യം മാഞ്ഞു പോവില്ല. അതുപോലെ മാമോദീസ, സ്ഥൈര്യലേപനം, ഈ 3 കൂദാശകളാണ് മായാത്ത മുദ്ര. അതായത് ഈശോയുമായിട്ട് ശാശ്വതമായ ഒരു ഐക്യത്തിൻ്റെ ഉടമ്പടിയാണ്. ഇടയ്ക്ക് വെച്ച് മുറിച്ച് കളയുന്നതല്ല. സൗകര്യമുള്ളപ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതല്ല. സ്വീകരിച്ചതാ. അപ്പോഴാണ് നമുക്ക് ഈ മായാത്ത മുദ്ര കിട്ടിയിരിക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ദൗത്യമുള്ളതാണ്. ഇപ്പം സ്ഥൈര്യലേപനം പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിന് ഒരുങ്ങുമ്പോൾ സ്ഥൈര്യലേപനത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ, നന്മ തിന്മകളെ വേർതിരിച്ചറിഞ്ഞ് എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് വേർതിരിച്ചറിഞ്ഞ് നന്മയിൽ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവിന് നൽകുന്ന കൂദാശയാണ് സ്ഥൈര്യലേപനം. അപ്പൊ സ്ഥൈര്യലേപനം സ്വീകരിച്ചവരാണ് ഷോർട്സ് ധരിച്ച് പള്ളി വരുന്നത്. എന്നാ നന്മയാത്. സ്ഥൈര്യലേപനം സ്വീകരിച്ചവരാണ് സ്കാഫ് ധരിക്കാതെ പള്ളി വരുന്നത്. എന്നാ നന്മയാത്. ഒരു വിശ്വാസ സമൂഹത്തിൽ അങ്ങനെയാണോ വരേണ്ടത്? സ്ഥൈര്യലേപനം സ്വീകരിച്ചവരാണ് മദ്യപാനികൾ. എന്ത് നന്മയിൽ ഉറച്ചു നിൽപ്പാണത്? ഇനി സ്ഥൈര്യലേപനം സ്വീകരിച്ച് വിവാഹവും സ്വീകരിച്ചവരാണ് വിവാഹേതര ബന്ധങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ ഏത് നന്മയിലാണ് ഉറച്ചു നിന്നത്? ലോകാരൂപി പിടികൂടിയിരിക്കുക വളരെ. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ജഡികാഭിലാഷങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർ ദൈവത്തിന്റെ ശത്രുവാണ് എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം 14-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവ മക്കളാണ്. ദൈവാത്മാവിനെ നയിക്കപ്പെടണം. നമ്മൾ ദൈവാത്മാവിനെ നയിക്കപ്പെടാൻ വേണ്ടി നമുക്ക് കൂദാശകൾ തന്ന് അങ്ങനെ പ്രത്യേക പദവി തന്നിരിക്കുക. അക്രൈസ്തവർക്ക് പോലും ഇല്ലാത്ത പദവി. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, അച്ഛന്മാർ 5 കൂദാശകൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ വിവാഹം കഴിക്കുന്നവർക്ക് തിരുപ്പട്ട സ്വീകരിക്കാൻ പറ്റില്ല, അച്ഛന്മാർക്ക് വിവാഹം സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കൂദാശ ആർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ സിസ്റ്റേഴ്സിന് വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാൻ പറ്റില്ല, തിരുപ്പട്ടവും സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ 4 കൂദാശകളെ സ്വീകരിച്ചിട്ടുള്ളൂ. എന്നിട്ട് സുന്ദരമായിട്ട് അവർ കർത്താവിൻ്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ 5 കൂദാശകൾ സ്വീകരിച്ച അൽമായര്, 5 കൂദാശകൾ, 5 പദവികൾ സ്വീകരിച്ച അൽമായര് ഉണർവില്ലാതെ, ദൗത്യബോധമില്ലാതെ പിശാചിന് തൻ്റെ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസ ജീവിത പദവി പണയം വെച്ച് ജീവിക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ലോകാരൂപിയാണ് എന്റർടൈൻ ചെയ്യുന്നത്. ലോകാരൂപി, ദുരാചാരക്കാരുടെ മുമ്പിൽ ഇത് ഞങ്ങളുടെ കർത്താവിന് പറ്റിയതല്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? നടപടി പുസ്തകം 5-29 വാക്യം പത്രോസും അപ്പോസ്തലന്മാരും പറഞ്ഞില്ലേ, ദൈവത്തെക്കാളുപരി മനുഷ്യരെ അനുസരിക്കുന്നത് ശരിയല്ല. ഇതെന്താ പറയാത്തത്? പരിശുദ്ധാത്മാവിനെ തന്നല്ലേ. അപ്പൊ എവിടെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത്? ഈശോ ജയിക്കാൻ, നിന്നിലൂടെ ജയിക്കാൻ നീ എന്താ അനുവദിക്കാത്തത്? നിന്റെ കൂടെയുള്ളവരിലൂടെ ഈശോ ജയിക്കാൻ നിങ്ങളും നല്ല മനഃപൂർവ്വം ഈശോയെ പരാജയപ്പെടുത്തി വിടുക. മനഃപൂർവ്വം ഈശോയെ പരാജയപ്പെടുത്തി വിടുക. ഈശോ ജയിക്കാൻ വേണ്ടി നിനക്ക് ഈശോ തന്നിട്ടുള്ള കൂദാശകൾ, പരിശുദ്ധാത്മാവിന് നിറവ് ഇല്ല. ജനിക്കുമ്പോൾ തന്നെ കത്തോലിക്ക കാറ്റഗിസം പഠിപ്പിക്കുന്നതും, ജനിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് കാവൽ മാലാഖയെ തരും. കാവൽ മാലാഖയെ. അപ്പൊ കാവൽ മാലാഖയ്ക്ക്
സ്കാഫ് ധരിക്കാതെ വന്നിരിക്കുന്നവരുടെ മാലാഖ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ കുഞ്ഞ് സ്കാഫൊന്നും ധരിക്കാതെയാണ് പള്ളി വന്നിരിക്കുന്നത്, എൻ്റെ കുഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നേ ഇല്ല. ഈ കാവൽ മാലാഖയോടാണ് പ്രൊട്ടക്ഷൻ ചോദിക്കുന്നത്. നാണമില്ലേ? പ്രൊട്ടക്ഷൻ ചോദിക്കുന്നു, എന്നാൽ ഒരു അനുസരണവും ഇല്ല. സ്കാഫ് ഷോർട്സ് ധരിച്ച് വന്നവരുടെ കാവൽ മാലാഖയും ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഫോണൊക്കെ ഉപയോഗിച്ച് കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുന്നവരുടെ കാവൽ മാലാഖയും കരഞ്ഞുകൊണ്ടിരിക്കുക. കാവൽ മാലാഖയെ സങ്കടപ്പെടുത്തുന്നു. ഇനി പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ കൗദാശ്യമായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്, ഈശോയുടെ സാന്നിധ്യമുണ്ട്, ഈശോയെ അനുസരിക്കുന്നില്ല. ഇനി സൈലേപനത്തിലൂടെ പരിശുദ്ധാത്മാന, ഈ 3 സാന്നിധ്യം, മാലാഖയുടെ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പ്രകടമായിട്ട് ഓരോ കത്തോലിക്ക വിശ്വാസികളിലുമുണ്ട്. എന്നിട്ട് ഒരു വിലയില്ലാത്ത ആനക്കാനയുടെ വലിപ്പമറിയില്ല എന്ന് പറയുന്നത് പോലെ ഒരു വലിപ്പവും പദവിയും മഹത്വവും അറിയാത്തതുപോലെ ഇങ്ങനെ ജഡികരായി ജീവിക്കുന്നത് വളരെയധികം കഷ്ടമാണ്. ഈ പെസഹ കാലഘട്ടത്തിൽ ഒരുങ്ങുമ്പോൾ ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന ഈ കാലയളവിൽ ഉദ്ധിതൻ്റെ ലക്ഷ്യം നമ്മളെ സാക്ഷികളാക്കാനും പ്രഘോഷകരാക്കാനുമാണ്. അതിന് ധൈര്യം വേണം, അതിന് കർത്താവിനെ ഡിഫെൻഡ് ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹവും വേണം. ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഒരുക്കുന്നത്. അളന്നല്ല, ഇങ്ങനെ നിറച്ച് ഇങ്ങനെ അളന്ന് തൂക്കി ഇന്ന ആൾക്ക് ഇത്ര, തോമസിനെ കുറച്ച്, മരിയാമ്മയ്ക്ക് കുറച്ച്, അങ്ങനെയല്ല. എല്ലാവർക്കും സമൃദ്ധമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകും. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈശോ എന്ന് പറയാൻ സഹായിക്കുന്നത് പോലും പരിശുദ്ധാത്മാവാണ്. ലോകത്തിൻ്റെ അരൂപി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈശോയെ ഏറ്റുപറയാൻ സാധ്യമല്ല. രണ്ടും കൂടി ഒരുമിച്ച് പോകില്ല, രണ്ടിനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. അതാണ് റോമാക്കാർക്ക് ലേഖനത്തിലും അത് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. നമുക്ക് അതുകൊണ്ട് വളരെ കൃത്യമായൊരു സ്റ്റാൻഡ് പോയിന്റ് നമുക്കുണ്ടാകട്ടെ. ഈശോ നമ്മിൽ പ്രവർത്തിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് ചിലപ്പോൾ കഴിയാത്ത, നമുക്ക് സാധിക്കാത്ത ചില മേഖലകളുണ്ട്. അത് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ കഥ വായിക്കുമ്പോൾ പന്നിക്കൂട്ടിക്കിടന്നവൻ എങ്ങനെ തിരിച്ചു വരാനാണ്? അസാധ്യമായ കാര്യമാണ്. ചിലവർക്ക് ഇങ്ങനെ പിശാചിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക, അവർക്ക് തിരിച്ചു വരിക അസാധ്യമാണ്. അപ്പോൾ പന്നിക്കൂട്ടിക്കിടന്ന് ധൂർത്തപുത്രൻ തിരിച്ചു വരാമെങ്കിൽ പ്രിയ ദൈവ പൈതലെ, നിന്നെ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന മദ്യപാനത്തിൻ്റെയോ വ്യഭിചാരത്തിൻ്റെയോ അല്ലെങ്കിൽ ദുരാചാരത്തിൻ്റെയോ എന്തെങ്കിലും കെട്ടുകൾ, 1-ാം പ്രമാണത്തിൻ്റെ എന്തെങ്കിലും കെട്ടുകളുണ്ടെങ്കിൽ അവിടെ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം, ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു, അവൾ ജ്ഞാനമെല്ലാം നന്നായി ക്രമപ്പെടുത്തുന്നു. അങ്ങനെ ക്രമപ്പെടുത്താൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, ദൈവിക ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളങ്ങനെ ക്രമപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വിശ്വാസ ജീവിതം ആകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതമാകട്ടെ, പലരും വന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്ക് വേണ്ടിയിട്ടാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്നോ ഈശോയെ സാക്ഷ്യം വഹിക്കണമെന്നോ ഈശോയെ ഡിഫെൻഡ് ചെയ്യണമെന്നോ ഒന്നും ആർക്കും താല്പര്യമൊന്നുമില്ല, നമ്മുടെ കാര്യം. അപ്പം അങ്ങനെ ഏത് വിധേനയായാലും നമ്മൾ നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നിനക്ക് നിന്റെ കൈവയ്പിലൂടെ കിട്ടിയ, അത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന 2 തിമോത്തി 1:6 പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന കാര്യമാണ്. നിനക്ക് കൂദാശകളിലൂടെ കിട്ടിയിരിക്കുന്ന ദൈവിക വരത്തെ നീ ഉജ്ജ്വലിപ്പിക്കണം. പൗലോസ് കുതിരപ്പുറത്തുനിന്ന് വീഴുമ്പോൾ, അത് നടപടി പുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യം, കൈവപ്പ് പ്രാർത്ഥന കിട്ടുമ്പോഴാണ് അദ്ദേഹം അനുഗ്രഹിക്കപ്പെടുന്നത്. പിന്നെ മാമോദീസ സ്വീകരിച്ചു. എന്നിട്ട് നടപടി പുസ്തകം 9:20 എത്തുമ്പോൾ പിന്നെ ഈശോയ്ക്ക് വേണ്ടി പ്രഘോഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് മായാത്ത മുദ്ര നമ്മിലുണ്ട്, എവിടെയോ അടിത്തട്ടിൽ കിടക്കുക. അതൊന്നും നമ്മൾ ജ്വലിപ്പിക്കണം. ലോകത്തിൻ്റെ അരൂപി ജീവിച്ചാൽ അത് ജ്വലിക്കില്ല. ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അത് ജ്വലിക്കുകയുള്ളൂ. ഒന്ന് ജ്വലിപ്പിക്കുക, നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാകും. നിങ്ങളിൽ ഉള്ളിൽ കൂദാശകളിലൂടെ കിട്ടിയിരിക്കുന്ന ആ ദൈവിക കൃപ ഒന്ന് ജ്വലിപ്പിക്കുക. പ്രാർത്ഥനയിലൂടെ, കൂദാശകളിലൂടെ, കുമ്പസാരത്തിലൂടെ, വചനവായനയിലൂടെ, കൽപ്പനകളിലൂടെ, വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ, കുടുംബ പ്രാർത്ഥനയിലൂടെ ഒക്കെ നിങ്ങളൊന്ന് ജ്വലിപ്പിക്കുക. നിങ്ങൾക്ക് തന്നെ ഉപകാരമാകും. അത് സൗകര്യമില്ല അല്ലെങ്കിൽ അതെന്നോടൊന്നും എനിക്കൊന്നും പറഞ്ഞിട്ടില്ല എന്ന വിചാരത്തിലാകരുത്.
നമ്മളത് ജ്വലിപ്പിക്കണം. നമ്മുടെ വിളി ഉന്നതമായ വിളിയാണ്. പിശാചിന് അടിയറ വെക്കേണ്ട വിളിയല്ല, ദുരാചാരത്തിനും ദുശീലത്തിനും അടിയറ വെക്കേണ്ട ജീവിതമല്ല, അങ്ങനെ തോറ്റ് തുന്നം പാടേണ്ട ജീവിതമല്ല. കർത്താവിന് വേണ്ടി ജയിക്കേണ്ട ജീവിതമാണ്, കർത്താവിനെ ജയിപ്പിക്കേണ്ട ജീവിതമാണ്. നമുക്കതുകൊണ്ട് ഈ പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ സുന്ദരമായ കാലഘട്ടം, ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലം, ഉദ്ധിതൻ നമ്മുടെ കൂടെ നിന്ന് നമ്മൾ അനുഗ്രഹിക്കുക, നമ്മൾ ചോദിക്കുന്നത് എന്തും ഇല്ല. സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികമായി പരിശുദ്ധാത്മാവിന് നൽകിയില്ല, തരാൻ വേണ്ടി ആഗ്രഹിച്ച് അങ്ങനെ കാത്തിരിക്കുന്ന ഈശോ നമ്മളെ ഒന്ന്, നമ്മുടെ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം നമ്മളൊന്ന് അടുത്തറിഞ്ഞ് അത് പ്രയോജനപ്പെടുത്തിയാൽ മാത്രം മതി. അങ്ങനെ ഒരു നിറവുണ്ടാകട്ടെ, കുറച്ചുകൂടി തീക്ഷ്ണത ഉണ്ടാകട്ടെ, എല്ലാ ലോകാരൂപിയും വിട്ടുപേക്ഷിക്കാനുള്ള കൃപയുണ്ടാകട്ടെ, അതുവഴി സമാധാനമുണ്ടാകട്ടെ, കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ, കടബാധ്യതകൾ മാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ, വീട് പണി പൂർത്തിയാകട്ടെ. ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഭൗതിക നന്മകളും ദൈവത്തെ ഡിഫെൻഡ് ചെയ്യുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തെ ജയിപ്പിച്ചാൽ ദൈവം നിന്നെ ഈ ലോകത്ത് തോൽക്കാൻ അനുവദിക്കില്ല. ദൈവം നിന്നെയും ജയിപ്പിക്കും. നീ ഇന്ന് ഏത് വിഷയത്തിനാണ് തോറ്റുകൊണ്ടിരിക്കുന്നത്? വിദേശത്ത് പോകാനുള്ള കാര്യത്തിലാണോ, ഇന്റർവ്യൂവിന്റെ കാര്യത്തിലാണോ? നീ പലതവണ ചെയ്തിട്ടും ഒരു മുൻഗതി മേൽഗതി ഇല്ലാത്ത ഏതെങ്കിലും മേഖല ഉണ്ടെങ്കിൽ, നീ മനുഷ്യരുടെ മുമ്പിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ, ഉദ്ധിതന്, ഇറങ്ങി നടക്കുന്ന ഉദ്ധിതന്റെ ഏറ്റവും വലിയ സമ്മാനമായ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് നിന്നെ ജയിപ്പിക്കാൻ സാധിക്കും. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അസ്വസ്ഥതകളെല്ലാം മാറാൻ വേണ്ടി നമുക്ക് ഒരു ഈരടി, പരിശുദ്ധാത്മാവിൻ്റെ ഈരടി നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് കരമൊക്കെ അടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്ക് മേൽ ആവസിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, കരങ്ങളടിച്ച്, മനുഷ്യർക്ക് മേൽ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കു മേൽ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിൻ്റെ ആത്മാവെടുത്തു മാറ്റി. പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിൻ്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്ന് നീക്കിയല്ലോ. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്ന് നീക്കിയല്ലോ. കരങ്ങൾ ഉയർത്തിയടിച്ച്, നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണ. കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തെ ജയിപ്പിക്കാൻ, ഈശോയെ ജയിപ്പിക്കാൻ, ജീവിതം കൊണ്ട് ഈശോ ജയിക്കാൻ കർത്താവേ, ഈ മനുഷ്യരെ ജ്വലിപ്പിക്കണമേ. ഇവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. കടബാധ്യത, അതുപോലെ വിശുദ്ധിയില്ലാത്ത അവസ്ഥകൾ, ദുരാചാരങ്ങളിൽ പെട്ടുപോയിട്ടുള്ള അവസ്ഥകൾ, ഒന്നാം പ്രമാണത്തിനെതിരായിട്ടുള്ള തിന്മകൾ കർത്താവെ കുടുംബത്തെയും വ്യക്തികളെയും അലട്ടുന്നുണ്ടെങ്കിൽ ആ ബന്ധനം അഴിയട്ടെ. കർത്താവിനെ ജയിപ്പിക്കാനുള്ള, കർത്താവിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള ഉന്നതമായ കൃപകൾ കൊണ്ട് ജ്വലിപ്പിക്കണമേ. അതിനുള്ള ധൈര്യം കൊടുക്കണമേ. ദുരാചാരക്കാരുടെ മുമ്പിൽ ഇത് ഞങ്ങളുടെതല്ല എന്ന് പറയാനുള്ള കൃപ കൊടുക്കണമേ. മദ്യപാനത്തിന് മുമ്പിൽ, വ്യഭിചാരത്തിന് മുമ്പിൽ തോറ്റുകൊടുക്കാതെ ആ തിന്മയെ ജയിക്കാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ
നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് ഈ പെസഹക്കാലം നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ, ഉദ്ധിതൻ്റെ സാന്നിധ്യം അറിയാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ. ആത്മദാനമായി നൽകാൻ അപ്പവും നീങ്ങും ആശീർവദിച്ചരാ കൈകളിൽ നീടുന്നു എന്നോട് പൂർണ്ണമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി ആത്മദാനമായി നൽകാൻ അപ്പവും നീങ്ങും. പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടെ തിരുസ്തവങ്ങളുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാട്ടെ. കർത്താവേ, ബലിവസ്തുക്കളുടെ സമർപ്പണത്തോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളും അങ്ങേ പക്കലേക്ക് ഉയരട്ടെ. അങ്ങേ മഹാമനസ്കതയാൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ മഹാകാരുണ്യത്തിന്റെ രഹസ്യങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കണേ. കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമന്ത്രി. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ മഹാമഹിമയോടെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്നാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉത്ഥാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നീരുടവങ്ങേ മഹിമകളാം നിറഞ്ഞുമതേ വിണ്ടലവോ ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യരുമായി ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന.
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് അങ്ങേ മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളെ ഏറ്റുപറയുന്നു. ആഖയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും
ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായ രാജമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടി നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കണ ദിവഗുണിയാണ് ഞങ്ങളിൽ കനിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കണ ദിവഗുണിയാണ് ഞങ്ങളിൽ കനിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കണ ദിവഗുണിയാണ് ഞങ്ങൾ സമാധാനമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ്
വാക്കുച്ചരിച്ചാൽ എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ക്രിസ്തുവിന്റെ ഉത്ഥാനത്താൽ അങ്ങ് ഞങ്ങളെ നിത്യജീവനിലേക്ക് പുനരാനയിക്കുന്നുവല്ലോ. പെസഹ രഹസ്യത്തിന്റെ ഫലങ്ങൾ ഞങ്ങളിൽ വർദ്ധമാനമാക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് രക്ഷാകരമായ ഭോജ്യത്തിന്റെ ശക്തി ചൊരിയുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി പറയാം.